വീട്ടുമുറ്റം നിറയെ കടലാസ് പൂക്കൾ, അതും 135-ലധികം വൈവിധ്യമാർന്നവ. തൃശൂർ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് പിറകുവശം വലിയകത്ത് നസീറിൻ്റെ ഭാര്യ സബീനയുടെ വീട്ടുമുറ്റത്താണ് വർണ്ണവസന്തം വിതറി ബോഗൻവില്ലകൾ പൂത്തു നിൽക്കുന്നത്. വീടിന് മുന്നിലൂടെ കടന്നു പോകുന്നവർ ഒരു നിമിഷമെങ്കിലും ഈ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുമെന്നതിൽ തർക്കമില്ല. കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന സബീന 2 വർഷം മുമ്പാണ് ബോഗൻവില്ല കൃഷിയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. സമീപ ജില്ലകളിൽ നിന്നും മറ്റുമായി ശേഖരിച്ച തൈകൾ ഒരു പരീക്ഷണമെന്ന നിലയിൽ വളർത്തിയാണ് തുടക്കം. ഹൈബ്രിഡ് ഇനങ്ങളായിരുന്നു കൂടുതൽ. ആദ്യ ശ്രമം വിജയിച്ചതോടെ വീടുൾപ്പെടെ നിൽക്കുന്ന 8 സെൻറ്റിൽ ചെറുതും വലുതുമായ ചെടികളിൽ പൂക്കൾ നിറഞ്ഞു. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം ചെടികൾ വാങ്ങി. സ്വന്തമായി ഗ്രാഫ്റ്റിങ്ങും പരീക്ഷിച്ചതോടെ ഒരു ചെടിയിൽ തന്നെ 5-ലധികം ഇനങ്ങളുടെ പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ബോഗൻവില്ലയുടെ ട്രെൻഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 130 സംതിങ് പ്ലാന്റ്സുകളായിട്ടുണ്ട്. വെറൈറ്റികൾ അതിൻ്റെ കളറുകളാണ് നല്ല റെഡും റൂബി റെഡും അങ്ങനെയുള്ള കളറുകൾ. അതിനോടൊരു ആകർഷണം തോന്നിയിട്ട് അതിലേക്ക് വന്നതാണ്. ഫസ്റ്റ് നമ്മൾ പൊന്നാനിയിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തു. ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ ഉണ്ട്, ചാലക്കുടിയിലുണ്ട്, അതേപോലെ കോതമംഗലത്ത് ഒരാൾ ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് നിന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്തതാണ്. ഇത് ഇതിനൊക്കെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ 19 എന്ന് പറയുന്നൊരു വളം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രാണിശല്യമൊന്നും അങ്ങനെയില്ല. അങ്ങനത്തെ ഇതുകൾ കീടബാധകളൊന്നുമില്ല. പിന്നെ മഴക്കാലത്ത് മഴ കൊള്ളാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട്. ഹൈബ്രിഡുകൾക്കൊന്നും മഴ പറ്റില്ല, ഓവറായിട്ടില്ല. ഇറക്കി കൊടുക്കലില്ല. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ചെറിയ തൈകൾ കൊടുക്കുന്നുണ്ട്. കൃഷിയിൽ മുൻപരിചയമുണ്ട്. കുറേ നാളുകളായിട്ട് ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട്.
ആദ്യം മഞ്ഞൾ ചെയ്തിരുന്നു, പിന്നെ വെജിറ്റബിൾ ചെയ്തിരുന്നു, പിന്നെ അഡീനിയം ചെയ്തിട്ടുണ്ടായിരുന്നു, യൂഫോർബി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ട്രെൻഡ് അനുസരിച്ച് മാറി മാറി ചെയ്യുന്നുണ്ട്. വേനൽക്കാലത്ത് ഇതിന് മെയിനായിട്ട് വേണ്ടത് വെയിലാണ്. വെയിൽ വേണം, പിന്നെ നല്ലോണം വളവും ചെയ്യണം. മഴക്കാലത്താണ് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ട്. മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് എടുത്ത് വെക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മഴക്കാലമാകുമ്പോൾ മഴവെള്ളം കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല കൊഴിയും, പിന്നെ ചീഞ്ഞു പോകും. ഫയർ റെഡ്, റെയിൻബോ വാരിഗേറ്റഡ്, ഡെൽറ്റ യെല്ലോ, ക്രിസ്റ്റിന, ബ്ലാക്ക് മരിയ, അപൂർവ ഇനങ്ങളിൽ ഒന്നായ പേർഷ്യൻ വയലറ്റ് തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നവയെല്ലാം സബീനയുടെ വീട്ടിലുണ്ട്. 300 മുതൽ 12,000 രൂപ വരെ വിലയുള്ള ഇനങ്ങൾ ഇവിടെ കാണാം. സമൂഹമാധ്യമങ്ങളിലൂടെ ബോഗൻവില്ല കൃഷിയെക്കുറിച്ച് അറിഞ്ഞതോടെ നിരവധി സന്ദർശകരാണ് പൂക്കൾ നിറഞ്ഞ ഈ വീട്ടിലേക്ക് എത്തുന്നത്. നേരത്തെ 65-ലധികം വൈവിധ്യമാർന്ന പച്ചമുളക് കൃഷി ചെയ്ത് ശ്രദ്ധ നേടിയ സബീന മഞ്ഞൾ കൃഷിയിലും 100 മേനി സ്വന്തമാക്കിയിട്ടുണ്ട്. 95-ലധികം വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങളും 35ഓളം രാജ്യങ്ങളിലെ കറൻസികളും സബീനയുടെ ശേഖരത്തിലുണ്ട്. പ്രവാസിയായ ഭർത്താവ് നസീറും വിദ്യാർത്ഥികളായ 3 മക്കളും പൂർണ്ണ പിന്തുണയുമായി ഇവർക്കൊപ്പമുണ്ട്. വീട്ടിൽ ഇത്രയേറെ കടലാസ് പൂക്കൾ ഉണ്ടായിട്ടും ഇനിയും വൈവിധ്യമാർന്ന മറ്റിനങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ഈ വീട്ടമ്മ.